നമസ്കാരം. ഒരു യാത്രാപ്രേമിക്ക് അഫ്ഗാനിസ്ഥാൻ എന്നത് എന്നും നിഗൂഢതകളും ആശങ്കകളും നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. പ്രത്യേകിച്ച് താലിബാൻ ഭരണം വീണ്ടും നിലവിൽ വന്നതിന് ശേഷം ഒരു സ്ത്രീക്ക് അവിടെ തനിയെ യാത്ര ചെയ്യുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. എന്നാൽ ഈ വെല്ലുവിളികളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ 6 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള മങ്കി ഇങ്ക് എന്ന പേരിൽ പ്രശസ്തിയായ പ്രമുഖ ഇന്ത്യൻ ട്രാവൽ ക്രിയേറ്റർ അങ്കിത കുമാർ നടത്തിയ 13 ദിവസത്തെ സോളോ യാത്ര അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. കേവലം വിനോദസഞ്ചാരത്തിനും അപ്പുറം മാധ്യമ വാർത്തകളിൽ നമ്മൾ കാണുന്ന അഫ്ഗാനിസ്ഥാൻ്റെ മറ്റൊരു മുഖം, അവിടുത്തെ വൈരുദ്ധ്യങ്ങൾ, സ്ത്രീകളുടെ നിശബ്ദമായ പോരാട്ടങ്ങൾ എന്നിവ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതായിരുന്നു അങ്കിതയുടെ ഈ വേറിട്ട യാത്ര. മുൻപ് സജീവമായ കടലിനടിയിലെ അഗ്നിപർവ്വതങ്ങൾക്ക് സമീപം ഡൈവിംഗ് നടത്തിയും സ്രാവുകൾക്കൊപ്പം നീന്തിയും കെനിയയിലെ ആദിവാസി ഗോത്രങ്ങൾക്കൊപ്പം വേട്ടയാടിയും പരിചയമുള്ള അങ്കിതയ്ക്ക് അഫ്ഗാൻ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. മധ്യേഷ്യൻ രാജ്യങ്ങളായ ഉസ്ബെക്കിസ്ഥാനിലും താജിക്കിസ്ഥാനിലും യാത്ര ചെയ്യുന്നതിനിടയിലാണ് അഫ്ഗാനിലേക്ക് കടക്കാനുള്ള അപ്രതീക്ഷിത അവസരം അവർക്ക് ലഭിക്കുന്നത്. ഇതിനു മുൻപ് 4 തവണ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ അവർ ശ്രമിച്ചുവെങ്കിലും കുടുംബത്തിലെ ആരോഗ്യപരമായ അവസ്ഥ, വിമാന സർവീസുകൾ റദ്ദാക്കൽ, വ്യോമപാത അടച്ച നയതന്ത്ര പ്രതിസന്ധികൾ എന്നിവ കാരണം യാത്രകൾ മുടങ്ങുകയായിരുന്നു. ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന വിസയുടെ കാലാവധി തീരാൻ വെറും 13 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൻ്റെ മാതാപിതാക്കളെ പോലും അറിയിക്കാതെ അങ്കിത ആ അതിർത്തി കടക്കാൻ തീരുമാനിക്കുകയായിരുന്നു. താജിക്കിസ്ഥാനിൽ യാത്ര നീട്ടുകയാണെന്ന് മാതാപിതാക്കളെ വിശ്വസിപ്പിച്ച് ആണ് അവർ ഈ സാഹസത്തിന് മുതിർന്നത്. താജിക്കിസ്ഥാൻ അതിർത്തി കടന്ന് ഇരു രാജ്യങ്ങൾക്കും അവകാശമില്ലാത്ത നോ മാൻസ് ലാൻഡിൽ ഏകദേശം 30 മിനിറ്റോളം ഭയത്തോടെ ചിലവഴിച്ച നിമിഷമാണ് യാത്രയിലെ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കിയതെന്ന് അങ്കിത ഓർക്കുന്നു. അവിടെ നിന്ന് തിരികെ പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അഫ്ഗാൻ ടൂർ ഓപ്പറേറ്ററായ പീസ് ഹോപ്പ് അഫ്ഗാനിസ്ഥാൻ ടൂർസ് പ്രതിനിധികൾ എത്തിയതോടെയാണ് അവർക്ക് ആശ്വാസമാകുന്നത്. എന്നാൽ അഫ്ഗാൻ അതിർത്തിയിൽ അവരെ കാത്തിരുന്നത് മറ്റൊരു അത്ഭുതമായിരുന്നു. അവിടെ താലിബാൻ്റെ വനിതാ ഉദ്യോഗസ്ഥരാണ് സുരക്ഷാ പരിശോധനയ്ക്കായി ഉണ്ടായിരുന്നത്. ഒരു ഇന്ത്യൻ വനിത തനിയെ യാത്ര ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ട അവർക്ക് അങ്കിത ഇന്ത്യയിൽ നിന്നുള്ള ഹൽദിറാംസ് മിക്സ്ചർ സമ്മാനമായി നൽകിയപ്പോൾ അവർ ഏറെ സന്തോഷവതികളായി. അവിടെ നിന്നാണ് കുന്ദൂസ് വഴി 12 മണിക്കൂർ നീണ്ട കാർ യാത്രയ്ക്കൊടുവിൽ അങ്കിത അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ എത്തുന്നത്. മനോഹരമായ പർവ്വതനിരകളുടെ പശ്ചാത്തലത്തിലുള്ള കാബൂൾ നഗരം അത്രമേൽ സുന്ദരമാണ് എങ്കിലും ദാരിദ്ര്യം നിറഞ്ഞതാണെന്ന് അങ്കിത പറയുന്നു. തെരുവു വിളക്കുകളിൽ വണ്ടിയുടെ ഗ്ലാസ് ഉടയ്ക്കുന്ന കുട്ടികളും ഭിക്ഷാടകരും നിറഞ്ഞതാണ് അവിടുത്തെ തെരുവുകൾ. അതേസമയം മാർക്കറ്റുകളിൽ കോടിക്കണക്കിന് രൂപ പരസ്യമായി കുന്നുകൂട്ടിയിട്ട് കൈമാറുന്നതും തോക്കുകൾ സാധാരണ കടകളിൽ പച്ചക്കറി പോലെ വിൽക്കുന്നതും കാബൂളിലെ പതിവ് കാഴ്ചകളാണ്. അഫ്ഗാനിസ്ഥാനിലെ പ്രശസ്തനായ ബോക്സ് ക്യാമറ ഫോട്ടോഗ്രാഫർ കാക്ക സമാനെ നേരിട്ട് കണ്ട് ചിത്രങ്ങൾ പകർത്താൻ സാധിച്ചത് യാത്രയിലെ വലിയൊരു നേട്ടമായി അങ്കിത കരുതുന്നു. എങ്കിലും നഗരത്തിലെ സ്ത്രീകളുടെ അവസ്ഥ അതീവ ദയനീയമാണ്. കാബൂളിലെ പ്രശസ്തമായ ബ്ലൂ മോസ്കിനുള്ളിൽ പ്രവേശിക്കാൻ അങ്കിതയ്ക്ക് അനുമതി ലഭിച്ചില്ല. സ്ത്രീകൾ പൂർണ്ണമായും ശരീരം മറച്ചിട്ടുണ്ടെന്ന് നിരീക്ഷിക്കാൻ വെള്ള വസ്ത്രം ധരിച്ച സ്ട്രീറ്റ് ഡോക്ടർമാർ എന്നറിയപ്പെടുന്ന താലിബാൻ ധാർമ്മിക പോലീസ് തെരുവുകളിൽ ഉടനീളമുണ്ട്. യാത്രക്കിടയിൽ അങ്കിതയുടെ കഴുത്തിൻ്റെ ചെറിയൊരു ഭാഗം പുറത്ത് ഭൂമിയിൽ ദൃശ്യമായപ്പോൾ തന്നെ ആളുകൾ കടുത്ത രീതിയിൽ തുറച്ചു നോക്കാൻ തുടങ്ങിയത് അവിടുത്തെ കടുത്ത വസ്ത്ര നിയമങ്ങളുടെ നേർക്കാഴ്ചയായിരുന്നു. ഒരു വിദേശ വനിതയാണെങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനിൽ തനിയെ യാത്ര ചെയ്യുക എന്നത് അസാധ്യമാണ്. സ്ത്രീകൾക്ക് പുറത്തു പോകണമെങ്കിൽ ഒരു പുരുഷൻ്റെ കൂട്ട് വേണമെന്ന നിയമമുള്ളതിനാൽ അങ്കിതയ്ക്ക് മുഴുവൻ സമയം ഒരു പുരുഷ ഗൈഡിൻ്റെ സഹായം തേടേണ്ടി വന്നു. ഓരോ നഗരത്തിൽ പ്രവേശിക്കുമ്പോഴും താലിബാൻ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി രേഖകൾ പരിശോധിക്കുമായിരുന്നു. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും സ്ത്രീകൾക്കായി കർട്ടനുകൾക്ക് പിന്നിൽ പ്രത്യേക കുടുംബ വിഭാഗങ്ങൾ തരംതിരിച്ചിട്ടുണ്ട്. പുരുഷന്മാർ ഇരിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായ ബാൻ ഇ അമീർ എന്ന നീല തടാകങ്ങളുടെ താലൂക്കിൽ നിലവിൽ 8 മണിക്ക് ശേഷം സ്ത്രീകൾക്ക് പ്രവേശനവുമില്ല. പെൺകുട്ടികൾക്ക് 6ാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ അനുവാദമില്ലാത്ത ഒരു നാട്ടിൽ അവർക്ക് തടാകം കാണാൻ അനുമതിയുണ്ടോ ഇല്ലയോ എന്ന് താലിബാൻ ശ്രദ്ധിക്കാറില്ല എന്നാണ് പ്രാദേശിക ഗൈഡ് അങ്കിതയോട് പറയുന്നത്. അതിനാൽ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റാണ് അങ്കിതയ്ക്ക് ആ തടാകം സന്ദർശിക്കേണ്ടി വന്നത്. അതിലും ഭയാനകമായിരുന്നു താലിബാൻ്റെ കടുത്ത കേന്ദ്രമായ കാണ്ഡഹാറിലെ കാഴ്ചകൾ. അവിടെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊപ്പം കാറിൻ്റെ മുൻസീറ്റിലിരിക്കാൻ അനുവാദമില്ല. വണ്ടി പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ പോലും
സ്ത്രീകൾ കാറിൻ്റെ ഡിക്കി തുറന്നിട്ട് അതിനുള്ളിലാണ് മൃഗങ്ങളെപ്പോലെ ഇരിക്കേണ്ടി വരുന്നത്. കാണ്ഡഹാറിലെ ഈ കടുത്ത സ്ത്രീവിരുദ്ധ അന്തരീക്ഷം കാരണം ഒരു രാത്രിക്ക് ശേഷം അങ്കിത അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. യാത്രക്കിടയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള മിനാരറ്റ് ഓഫ് ജാം സന്ദർശിക്കാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം തികച്ചും അവിശ്വസനീയമായിരുന്നു. മൊബൈൽ നെറ്റ്വർക്കോ മറ്റ് ആധുനിക സൗകര്യങ്ങളോ ഇല്ലാത്ത ഘോർ പ്രവിശ്യയിലൂടെയുള്ള യാത്രയ്ക്ക് ട്രക്ക് ഡ്രൈവർമാർ താമസിക്കുന്ന ചെറിയ ലോഡ്ജുകളിലാണ് അങ്കിതയ്ക്ക് താമസിക്കേണ്ടി വന്നത്. മിനാരറ്റിന് സമീപം എത്തിയപ്പോൾ ഒരു മരത്തണലിൽ ആയുധധാരികളായ 15 താലിബാൻ തീവ്രവാദികൾ ഇരിക്കുന്നത് അവർ കണ്ടു. ചായ കുടിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അങ്കിതയ്ക്കായി അവർ സ്നേഹത്തോടെ ചായ ഉണ്ടാക്കി നൽകി. തുടർന്ന് അവരോടൊപ്പം ഇരുന്ന് ലോകരാഷ്ട്രീയം, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം, അഫ്ഗാനിസ്ഥാൻ്റെ ഭാവി എന്നിവയെക്കുറിച്ച് അങ്കിത സംസാരിച്ചു. അവർ ഒരു വിദേശ വനിതയോട് വളരെ മാന്യമായി പെരുമാറിയെങ്കിലും സ്വന്തം നാട്ടിലെ സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരതകൾ അങ്കിതയ്ക്ക് വൈകാരികമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. എല്ലാ സ്ത്രീകളോടും അവർ കരുണ കാണിക്കുന്നത് വരെ താലിബാൻ്റെ ഈ ആതിഥ്യ മര്യാദ പൂർണ്ണമായും മനസ്സോടെ സ്വീകരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് അങ്കിത വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഹെറാത്ത് നഗരമാണ് അഫ്ഗാനിസ്ഥാനിൽ അങ്കിതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയത്. അവിടുത്തെ അന്തരീക്ഷം താരതമ്യേന കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതായിരുന്നു. അവിടെ ഫൈഖ എന്ന വനിതാ ഗൈഡിനോടൊപ്പം സ്ത്രീകൾ നടത്തുന്ന ആർട്ട് ഗാലറികളും പോട്ടറി സ്റ്റുഡിയോകളും സ്ത്രീകൾക്ക് മാത്രമായുള്ള കഫേകളും സന്ദർശിക്കാൻ അവർക്ക് സാധിച്ചു. താലിബാൻ്റെ കടുത്ത വിലക്കുകൾക്കിടയിലും അഫ്ഗാൻ സ്ത്രീകൾ അതിജീവനത്തിനായി പുതിയ വഴികൾ കണ്ടെത്തുന്നുണ്ട്. അവിടെ വെച്ച് കണ്ടുമുട്ടിയ 21 വയസ്സുള്ള ഒരു അഫ്ഗാൻ പെൺകുട്ടി നടത്തുന്ന വിഷൻ യൂണിവേഴ്സിറ്റി എന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോം അങ്കിതയെ അത്ഭുതപ്പെടുത്തി. നേരിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വിലക്കുള്ള ഏകദേശം 12,000 അഫ്ഗാൻ പെൺകുട്ടികളാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി രഹസ്യമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്. താലിബാനെതിരെ പരസ്യമായി പ്രതികരിച്ചാൽ വെടിയേറ്റ് മരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വളരെ നിശബ്ദവും എന്നാൽ ശക്തവുമായൊരു വിപ്ലവമാണ് അവിടുത്തെ സ്ത്രീകൾ നയിക്കുന്നത്. അവർ താലിബാൻ്റെ ക്രൂരതകൾക്ക് മുന്നിൽ വെറുമൊരു ഇരയായി ഒരുങ്ങിക്കൂടുവാൻ തയ്യാറല്ല എന്ന് ഈ കാഴ്ചകൾ തെളിയിക്കുന്നു. യാത്രയിലുടനീളം താനൊരു ഭാരതീയ സ്ത്രീയാണെന്ന് പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ അഫ്ഗാൻ ജനത നൽകിയ സ്നേഹം അതിരറ്റതായിരുന്നുവെന്ന് അങ്കിത ഓർക്കുന്നു. ഇന്ത്യക്കാരോട് അവർക്ക് പ്രത്യേക ബഹുമാനവും താല്പര്യവുമുണ്ട്. പലയിടങ്ങളിലും ചായ കുടിച്ചതിന് പണം വാങ്ങുവാൻ കടയുടമകൾ തയ്യാറായില്ല. കുട്ടികൾ അവർക്ക് ചുറ്റും ഓടിക്കൂടി. യാത്രക്കിടയിൽ അവിടുത്തെ പേർഷ്യൻ ഭാഷയിൽ അമ്മേ അച്ഛ ഞാൻ സുരക്ഷിതയാണ് എന്നെഴുതിയ ഒരു പ്ലക്കാർഡ് അങ്കിത ഉയർത്തിപ്പിടിച്ചപ്പോൾ കുട്ടികൾ അത് വായിച്ച് സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ എപ്പോഴും പറയുന്ന ഒരൊറ്റ വാചകം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ദോസ്ത് ഹേ, അതായത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കൂട്ടുകാരാണ് എന്നതാണെന്ന് അങ്കിത സാക്ഷ്യപ്പെടുത്തുന്നു. ഭരണാധികാരികളുടെ ക്രൂരതകൾക്കപ്പുറം 50 വർഷത്തെ തുടർച്ചയായ യുദ്ധങ്ങൾ കവർന്നെടുത്ത, സമാധാനത്തിനായി കൊതിക്കുന്ന, അതിഥികളെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു നല്ല ജനത അഫ്ഗാനിസ്ഥാനിലുണ്ട്. താലിബാൻ്റെ സ്ത്രീവിരുദ്ധ നയങ്ങളെ പൂർണ്ണമായും അപലപിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾ കാണിക്കുന്ന യുദ്ധവാർത്തകൾക്കുമപ്പുറം അവിടുത്തെ മനുഷ്യത്വവും പ്രകൃതി ഭംഗിയും ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടാനാണ് തൻ്റെ ഈ 13 ദിവസത്തെ യാത്രയിലൂടെ അങ്കിത കുമാർ ശ്രമിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു രാജ്യത്തെ ലളിതമായ ചിന്തകൾക്കപ്പുറം യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കാൻ ഈ ഡയറിക്കുറിപ്പുകൾ നമ്മെ സഹായിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.